ഇപ്പോൾ വയനാട് നടന്ന ഉരുൾപൊട്ടലും ഈ ദുരന്തവും ഇനി മറ്റേ പട്ടാളം, എയർഫോഴ്സ്, ഇലക്ട്രിസിറ്റി ബോർഡ്, പിന്നെ ആശുപത്രി ജീവനക്കാർ എല്ലാവരും ഭയങ്കരമായ പണിയെടുക്കുന്നു, ഭയങ്കര പണി. അതിനോടൊപ്പം കുറേ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 10-40 പേരെടുത്തോളം മരണ റിപ്പോർട്ട് വരെ ഞാൻ വാർത്ത കണ്ടുള്ളൂ. ഇവിടെ മനുഷ്യൻ്റെ ജീവൻ പോവും, ഉണ്ടാക്കിയതെല്ലാം പോവും. പിന്നെ അതുകൂടാതെ അതിൻ്റെ മണ്ടയ്ക്ക് വീണ്ടും ചിലവ്, പട്ടാള, എയർഫോഴ്സ്, ഇതെല്ലാം വരും. ഇതിൻ്റെ ഒന്നും വലിയ അത്യാവശ്യം അത്രയ്ക്കൊന്നും ഇല്ല ശരിക്കും. ആ ഗാർഗിൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞ സാധനം പരിഗണിച്ചുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ഈ പരിസ്ഥിതിയെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുക. പിന്നെ മറ്റ് പല കാലാവസ്ഥാ കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഫോർകാസ്റ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ചെറിയ ബോധം ഇവിടുത്തെ ആളുകൾക്കും രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും വേണം. രാഷ്ട്രീയക്കാർക്കാണ് വേണ്ടത്. രാഷ്ട്രീയക്കാർ ചുമ്മാ ഇങ്ങനെ വായി തോന്നി വിളിച്ച് പറയുന്ന ആൾക്കാരും ശാസ്ത്രജ്ഞന്മാർക്ക് അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ടും ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കും. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയത്തില്ല, ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തുന്ന ആളല്ല ഞാൻ. പക്ഷേ എങ്കിലും ഈ പറഞ്ഞ കുറേ ആളുകൾ ഇതിന് മുമ്പ് 2013 ഈ ഗാർഗിൽ റിപ്പോർട്ടുള്ളത്. ഇതിനകത്തൊക്കെ ഇദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓരോ സ്ഥലത്ത് എന്തൊക്കെ നടക്കാൻ പോകുന്നു. ഇനി പോട്ടെ, ഈ മുല്ലപ്പെരിയാർ എന്നും പറഞ്ഞുകൊണ്ട് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് ഈ ഇത്രയും വർഷം പഴകിയ വേറെ എന്തെങ്കിലും സാധനം ഇവിടെ ഉപയോഗിക്കുന്നുണ്ടോ ആരെങ്കിലും? ഈ പറയുന്നവരുടെ ആരുടെയെങ്കിലും വീട്ടിൽ, നിങ്ങൾ ആരുടെയും വീട്ടിൽ എത്ര വർഷം പഴക്കമുള്ള സാധനങ്ങളുണ്ട്, അത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്ക്. അതൊരു ഡാമാണെന്ന് ഓർത്തോണം. അത്രയൊന്നും പഴകി ഒരു സാധനം ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. അനങ്ങാതിരിക്കുക. ഇത്രയും ആളുകൾ മരിക്കുന്നതൊന്നും ഇവരുടെ ഒന്നും വിഷയമല്ല കേട്ടോ. 130 കോടി 140 കോടി ജനമുള്ള ഇന്ത്യയിൽ കുറേ ഭാഗം ഒലിച്ചു പോയെന്ന് വെച്ച് പ്രത്യേകിച്ച് വലിയ നഷ്ടമൊന്നും ഈ പറഞ്ഞ ആളുകൾക്ക് ഉണ്ടാകത്തില്ല. ഈ രാഷ്ട്രീയക്കാരന്മാരെന്ന് പറഞ്ഞാൽ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെ മരിക്കാനും പോകുന്നില്ല. കുറച്ച് പേരൊക്കെ പോകുമായിരിക്കും, പക്ഷേ എങ്കിൽ പോലും അത്യാവശ്യം വേണ്ടവന്മാരെല്ലാം സമയമാകുമ്പോൾ അവിടെ നിന്ന് പറന്നങ്ങ് പോകും. ബാക്കിയുള്ള ഇവിടെ പെട്ട് കിടക്കുന്ന ഈ പറഞ്ഞാൽ ഇതിൻ്റെ ടാക്സ് അടച്ച് ഇവരെ തീറ്റി പോറ്റുന്നവർ മരിച്ചും പോകും. അത് കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ പേരിൽ ഒരു 3 വർഷത്തെ ക്രൈസിസ്, അത് കഴിഞ്ഞ് പിന്നെ അതിജീവൻ. ഇപ്പോൾ ആർമി, എയർഫോഴ്സ് എല്ലാവരും വന്നു വാർത്തയൊക്കെ അടിച്ചു വിട്ട് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. ഇനി ഈ പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാനത്തിലുണ്ടാകുന്ന ചില കാര്യങ്ങളെപ്പറ്റി വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നമ്മുടെ മറ്റേ ലോറി പറ്റി കമൻറ്റ് പറഞ്ഞില്ലല്ലോ വെട്ടിയാർ, അയാളായിട്ട് നാളെ മറ്റന്നാളെ കാണുന്നുണ്ട്. പുള്ളി കുറച്ച് ഇതേപോലെയുള്ള പുള്ളിക്കാരൻ്റെതായ രീതിയിൽ ഇന്ന് എന്നെ വിളിച്ച് കുറച്ച് എന്തൊക്കെയോ പറഞ്ഞു, എനിക്കത് മനസ്സിലായില്ല. ചില ന്യൂനമർദ്ദങ്ങളെ പറ്റിയും ഇതൊക്കെ ഫോർകാസ്റ്റ് ഉണ്ടാകുന്നതാണെന്നും പുള്ളി പറയുന്നുണ്ട്. എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല, ഞാൻ അന്വേഷിച്ചിട്ടില്ല. അയാളോട് തന്നെ വിളിച്ച് ചോദിക്കുക, അയാൾ പറയുന്നതിനകത്ത് കാര്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ നോക്കാം. എന്താണെങ്കിലും അതിനെപ്പറ്റി പറയാൻ അയാൾ വരുന്നുണ്ട്. അയാൾ അങ്ങനെ വലിയ എന്താ പറയുക, ഇവിടുത്തെ മറ്റേ നിരീക്ഷകനോ പരീക്ഷകനോ ഒന്നും അല്ല. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. അയാൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് പല കാര്യങ്ങളെപ്പറ്റി പുള്ളി അന്വേഷിക്കുന്ന കാര്യങ്ങളായി പറയുന്നത്. ഞാൻ ഇയാളെ കൊണ്ട് ഇപ്പോൾ അന്ന് ആ വീഡിയോ ഉണ്ടായ കാരണം അയാളുടെ പേഴ്സണലി അയാൾ യൂസ് ചെയ്യുന്ന ബെൻസ് എന്ന് പറഞ്ഞ വണ്ടിക്ക് അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറയാനാണ്. പക്ഷേ പുള്ളി അടിപൊളിയായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും കുഴപ്പമില്ല. കാരണം ഒരു സാധാരണക്കാരനെ കൊണ്ട് ഇതിനൊക്കെ പറയാൻ പറ്റുമ്പോൾ ഇതിന് മുകളിലോട്ടുള്ളവർ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അത് നോക്കണം. എനിക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയൊക്കെ എനിക്കും അറിയത്തുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഇവിടെ ഒരുപാട് പേര് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച് ഇടപെട്ട് നടക്കുന്നുണ്ട്. ഇവിടെ കിടന്നുകൊണ്ട് പോഴത്തരം പറഞ്ഞും ഉടായ്പ കാണിച്ച് നടക്കുന്നവരൊക്കെ ഭേദമായിട്ട് ആരെ കണ്ടാലും അവർ ഇനിയും വീഡിയോകളൊക്കെ ഇടാൻ തന്നെയാണ് തീരുമാനിച്ചേക്കുന്നത്. ഇത് ഈ മുല്ലപ്പെരിയാറായിട്ട് ബന്ധപ്പെട്ട് കുറേ ആളുകളുണ്ട്, അവരെയും കാണണം. അങ്ങനെ കുറച്ച് കണ്ടൻറ്റ് വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ല, ഇതൊന്നും നമ്മുടെ വിഷയം അതല്ലല്ലോ. പക്ഷേ ഈ ഒരു അവസരത്തിലേ ഓരോരുത്തരുടെ ഇവിടെ കാണിക്കുന്ന പല അഭിപ്രായങ്ങളും പോലെ അല്ല പലരുടേത്. വ്യത്യസ്തമായ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതറിയാമല്ലോ. ഏതായാലും മെയിൻ പുള്ളികളാരും ഇങ്ങനെയൊന്നും അല്ല ഇപ്പോൾ കാര്യങ്ങൾ നടത്തുന്നത്. ആ സ്ഥിതിക്ക് നമുക്ക് എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മളും ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഫണ്ട് റേസിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ഏതൊക്കെയോ സംഘടനകളൊക്കെ വന്ന് പോസ്റ്റ് അടിച്ച് വിട്ടിട്ടുണ്ട്. വയനാട് ദുരിതാശ്വാസ ഫണ്ട് മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് കുറേ പിരിവ് നടക്കും, കുറേ സാധനങ്ങൾ കയറ്റി വിടാനായിട്ട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇതിനകത്തിപ്പോൾ നല്ല രീതിയിൽ വേറെ സൈഡിൽ കൂടെ ഒരു തട്ടിപ്പും നടത്തും. തട്ടിപ്പുകാരായിരിക്കും ചിലപ്പോൾ മറ്റുള്ളവരെക്കാളും മുന്നിൽ വന്നിരിക്കുന്നതും. ഇപ്പോൾ നമ്മുടെ ഈ ചാരിറ്റി വിത്ത് ലാരിറ്റി എന്ന വെബ്സൈറ്റും പോട്ടെ, ഫണ്ട് റേസിങ് ആൻഡ് ഫണ്ട് മാനേജ്മെൻറ്റ്, ട്രാൻസ്പെറൻറ്റ് ഫണ്ട് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനകത്ത് ഞാനത് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ചെറിയ തോതിൽ എന്താണ് കണക്ക് കാണിച്ചുകൊണ്ട് ഈ രീതിയിൽ ഇടപെടാൻ പറ്റുന്നതെന്നുള്ളത് അതിനകത്ത് ചെറുതായിട്ടൊന്ന് ശ്രമിക്കുന്നതായിരിക്കും. അതെന്തിലാട്ടോ, അത് നമ്മളിപ്പോൾ ഇങ്ങനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചത് ഒന്നും ആകാത്തതുകൊണ്ടാണ്. ഇല്ലാന്നെങ്കിൽ ഇതിനകത്തൊക്കെ നേരിട്ട് ഇടപെടാനൊക്കെ എനിക്കറിയാം. അതിനകത്ത് ഒരു ബുദ്ധിമുട്ടില്ലാതെ ആരുടെയും പൈസയ്ക്ക് ഒരു നഷ്ടമില്ലാതെ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരിക. അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുള്ളൂ, 1 അല്ല 2 ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി സ്റ്റേജസ് ഉണ്ട് ബാക്കി. അത് ഈ ഫണ്ട് റേസിങ് ആൻഡ് ഫണ്ട് മാനേജ്മെൻറ്റ് ക്ലിയർ ചെയ്തു. പക്ഷേ അല്ലാതെ വേറെ കുറേ ഫീച്ചേഴ്സ് വെബ്സൈറ്റ് വരുന്നുണ്ട്. അതുകൂടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്
മൊത്തത്തിലൊന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. ഈ പൊതു ഫണ്ട് ഉപയോഗിക്കുന്നതിനകത്ത് തട്ടിപ്പ് മൊത്തത്തിൽ നിർത്താൻ പറ്റും. അത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ഫണ്ട് റൈസിങ് ഞാനും ചെയ്യും. നമ്മളിത് മാന്യമായിട്ടാണോ, കൂട്ടത്തിൽ ആരാണ് കൂടുതൽ മെച്ചപ്പെട്ടതെന്നൊന്ന് കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. എൻ്റെ ഉദ്ദേശം അതൊക്കെയാണ്. ഇപ്പോൾ ദുരിതവും ദുരിതാശ്വാസവും ഒക്കെ എല്ലാവരും ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതിനിടെ നമ്മൾ ചെയ്യുമ്പോൾ കണക്കുകളും കുറച്ചുകൂടെ വ്യക്തതയും അതുപോലെ തന്നെ കുറച്ചുകൂടി എഫക്റ്റീവ് ആണോ എന്ന് നോക്കണം. അതാണ് ഇപ്പോഴത്തെ പരിപാടി. പിന്നെ ആ കൂട്ടത്തിൽ ഈ പറഞ്ഞ പോലുള്ള എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഞാൻ ഇനി എടുത്ത് പോസ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. കാരണം ഇതൊന്നും അങ്ങനെ പലരും പറയുന്നത് പലതും കേൾക്കത്തില്ല. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പോയി പറയാൻ പറ്റുന്നില്ല അവർക്ക്. അങ്ങനെയൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയണേ, അയച്ചു തന്നാലും മതി, ഞാൻ ഇട്ടോളാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ ഇപ്പോൾ ഭയങ്കര ഷോ നടക്കും. ഇത്രയും മനുഷ്യർ മരിച്ചും കഴിഞ്ഞ് ഇനി ഇതിൻ്റെ രക്ഷാപ്രവർത്തനം വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും പണ്ടെന്നോ പറഞ്ഞ് എല്ലാവരും അങ്ങ് ഉപേക്ഷിച്ച, അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൊന്നും ശരിയല്ല. ഇവർക്ക് ഇവരുടെ പേഴ്സണൽ ബെനിഫിറ്റ്സ് അല്ല വേറൊന്നും അവർ നോക്കാറില്ല. അതുകൊണ്ട് ഈ ഗാർഗിൽ റിപ്പോർട്ട് പോലത്തെ സാധനങ്ങളൊക്കെ വീണ്ടും ഒന്ന് പരിശോധിച്ച് ഒന്നും കൂടെ ഇതിനകത്ത് വേണ്ടത് എന്താണെന്നൊന്ന്, ഒരു കൊള്ളാവുന്നൊരു മനുഷ്യൻ കുറച്ച് മെനക്കെട്ടുണ്ടാക്കിയാൽ പോകണം. അല്ലെങ്കിൽ ചുമ്മാ വായി തോന്നിയവരെ വിളിച്ച് പറയുന്ന അല്ലെന്ന് ഇവരാരും അത് മനസ്സിലാക്കി എടുത്തിട്ട് അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് ആ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ കൂടെ തീരുമാനമാക്കിയില്ലെങ്കിൽ ഇതിലും വലിയ ദുരന്തം ഉണ്ടാവും. ഇപ്പം ഈ പറയുന്ന മുല്ലപ്പെരിയാറിലോട്ടുള്ള സാധനത്തിന് കുറച്ചും കൂടി എന്താ പറയേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഒരാളും പറഞ്ഞു കേൾക്കുന്നില്ല, ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ടല്ലോ. എല്ലാവരും നമ്മളെല്ലാം ഇവിടെ ജീവിച്ചിരിക്കുകയാണ്, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുക. മീഡിയ ആണെങ്കിലും വെറുതെ കിടന്ന് ഇപ്പോൾ അവിടെ കിടന്ന് ഓരോ ഷോ കാണിക്കുന്ന, അല്ലാതെ ഈ പേരൊന്നും ആരും പറയത്തില്ല. ഇത് ഓൺലൈനിൽ മാത്രമേ പറയത്തുള്ളൂ. അല്ലെ ശ്രദ്ധിച്ച് നോക്കൂ. ഇപ്പോൾ ഈ ഗാർഗിൽ റിപ്പോർട്ട് കുത്തിപ്പൊയ്ക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരും, എവിടെ നിന്നൊക്കെ പൊങ്ങിക്കൊണ്ട് വരും, അവിടെ ഇവിടെയൊക്കെ കേൾക്കാം. പക്ഷെ എങ്കിലും അതൊരു മെയിൻ മീഡിയയിലൂടെ ഒരു മുഖ്യ ചർച്ച എന്ന് പറയുന്നത് ഇന്നത്തെ അന്തിച്ചർച്ച, അല്ലെങ്കിൽ ഇനി ഒരു ആഴ്ചത്തേക്കുള്ള ചർച്ചാ വിഷയമൊന്നും ആവത്തൊന്നുമില്ല. ഈ റിപ്പോർട്ട് എന്താണെന്ന് എനിക്കും അറിയത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ഇതിനെപ്പറ്റി വിശദമായ ഡീറ്റെയിൽസ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പറയണം. നമ്മൾ ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല, പിന്നെ കുറേയൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലാതെ ഇതിനെപ്പറ്റി വിശദമായ അറിവൊന്നും ആർക്കും ഇല്ല. പൊതുജനത്തിന് ഒട്ടുമില്ല. ഞാനും അത്രയൊന്നും കാര്യമായിട്ട് ഞാനും വായിച്ചിട്ടുണ്ട് കുറച്ച് ഇതിനെപ്പറ്റിയുള്ള ചില വാർത്തകൾ, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ 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 കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. അല്ലാതെ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയത്തില്ല. ഈ എന്താ ജിയോളജി ഒന്നും നമുക്കറിയാവുന്ന വിഷയമൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെ കുറച്ചെങ്കിലും അറിയാവുന്നവരൊക്കെ ഇതിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ മുല്ലപ്പെരിയാറും ഒട്ടി വരും. അന്ന് ഇവിടെ വായി നോക്കി നിൽക്കത്തേ ഉള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇന്ത്യൻ മിലിറ്ററി അപ്പോഴും വരും, ഈ പറഞ്ഞ പോലെ നേവിയും വരും. പിന്നെ ഇവിടെ ഉള്ള മാന്യന്മാർ അല്ല വലിയ പുള്ളികളെല്ലാം ആ സമയത്ത് അവിടെ കാണത്തില്ല. 3 മണിക്കൂറുണ്ട്, 6 മണിക്കൂർ മുമ്പേ അവന്മാർ അവിടെ നിന്ന് സ്ഥലം വിടും. ഈ സാധാരണക്കാരും പാവപ്പെട്ടവരും പെടും, നമ്മളൊക്കെ പെടും. എൻ്റെ വീഡിയോ കാണുന്നവർ മൊത്തം പെടും, ഞാനും നിങ്ങളും പെടും. അതിനകത്ത് യാതൊരു സംശയം വേണ്ട. കാരണം നമ്മളത്ര അങ്ങനത്തെ അറിയുന്നുള്ള ആൾക്കാരല്ലാതായി പോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അതിന് പോലീസെന്നോ ഡോക്ടറെന്നോ എഞ്ചിനീയറെന്നോ ഒന്നും വ്യത്യാസവും ഇല്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ സാധാരണക്കാർ മാത്രമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇവിടുത്തെ തമ്മിത്തല്ലും കുത്തിത്തിരിപ്പുമൊക്കെ വിട്ടിട്ട് ഇതെല്ലാം കണ്ടിട്ടും പിന്നെയും മിണ്ടാതിരിക്കാന്ന്. പിന്നെ ലാൻഡ് സ്ലൈഡ്സ് ഇവിടെ മാത്രമല്ല കേട്ടോ, എല്ലാ മലയോര ലോകം മുഴുവൻ ഇപ്പോൾ ലാൻഡ് സ്ലൈഡാണ്. നിങ്ങൾ വേറെ ഇതൊന്നും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒത്തിരി ലാൻഡ് സ്ലൈഡ്സ് പാകിസ്ഥാനിൽ എന്ന് പറഞ്ഞാൽ കണ്ടു, വേറെ പലയിടത്തും നടക്കുന്നുണ്ട് ഇത്. ഫിലിപ്പീൻസിൽ ഇതെല്ലാം വാർത്തയിൽ ഇപ്പോൾ ചാറുവറ കയറിക്കൊണ്ടിരിക്കുക. നമ്മൾ അങ്ങനത്തെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരവരുടെ നാട്ടുകളിൽ ഒത്തിരി അടുത്ത് ഞാൻ കണ്ടിപ്പോൾ. ഞാൻ എല്ലായിടത്തും കയറി ചുമ്മാ ഫോളോ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഓരോ നാട്ടിൽ വരുന്ന ലാൻഡ് സ്ലൈഡിൻ്റെ സീസണാണ്. മഴ തുടങ്ങിയാൽ പിന്നെ അതേ ഉള്ളൂ. ഇതിന് വാണിംഗ് ഒക്കെ ഉണ്ടാകുന്നു, പക്ഷേ ഇതൊന്നും വേണ്ട രീതിയിൽ നടത്തിയിട്ടില്ല. ഇപ്പോൾ എത്ര വീട് ഒലിച്ചു പോയെന്ന് പോലും അറിയാത്ത അവസ്ഥയെന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാന്ന് ഓർത്ത് ഈ വന്ന കാലത്ത് ഒരു ഡേറ്റ ഇല്ലെന്ന് അവരുടെ. അത് ആരൊക്കെയാണ് പോയെന്നവരെ കൃത്യമായിട്ട് അവരുടെ ഇന്നലെ വരെയുള്ള സംഭവം അവിടെ അപ്ഡേറ്റഡ് ആയിരിക്കണം ശരിക്കും പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഏരിയകളിൽ താമസിക്കുന്നവർക്ക് ശ്രദ്ധിക്കണം. ആര്? അംബാൻ ശ്രദ്ധിക്കുന്നില്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അംബാൻ ഇപ്പോൾ മറ്റേ ഡോണ്ട് ഫോർഗെറ്റ് ഗൺ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അംബാൻ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ രംഗണ്ണൻ ശ്രദ്ധിക്കണ്ടേ? രംഗണ്ണൻ ഇങ്ങനെ വെള്ളമൊക്കെ ഇട്ട് ആൾക്കാരുടെ ചുമ്മാ ഇങ്ങനെ നടന്നാൽ മതിയോ വണ്ടിയെ കയറി? ഈ രംഗണ്ണന്മാരുടെ കാര്യം ഇങ്ങനെയാണ്. രംഗണ്ണന്മാർ വെറുതെയാണ്. രംഗണ്ണൻ ചുമ്മാ അത് ഓക്കൊണ്ട് മറ്റോണ്ട് മറിച്ചൊന്നൊക്കെ കാണിക്കാനും ഷോ കാണിക്കാനൊക്കെ നടക്കുക. രംഗണ്ണന് ഭയങ്കര കലിപ്പുവാ. വെള്ളമൊക്കെ ഇട്ട് എല്ലാം കൂടെ ഇറങ്ങും രാവിലെ. ഇനിയിപ്പോൾ രാഷ്ട്രീയക്കാർ തള്ളിക്കറി അങ്ങോട്ട് പോകുന്നുണ്ട്, വയനാട്ടിൽ പോകുന്നുണ്ട്. എന്ത് ചെയ്യാനാണോ എന്തോ, ചുമ്മാ ഇങ്ങനെ ഷോ ഓഫ്.